കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് എക്സാലോജിക് സാമ്പത്തിക ഇടപാടു കേസിൽ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ വിജയന് പുറമെ ഇപ്പോഴത്തെ UDF മന്ത്രിസഭയിലെ അംഗങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന സൂചന നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL അതിന്റെ ഡയറക്ടർമാരായ SN ശശിധരൻ കർത്ത, ശരൺ S കർത്ത, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ, അവരുടെ ഏകാംഗ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം, കൊച്ചി, കോട്ടയം, കണ്ണൂർ, ബാംഗ്ലൂർ തുടങ്ങി 10ഓളം കേന്ദ്രങ്ങളിലാണ് ED കൊച്ചി സോൺ ഒരേ സമയം പരിശോധന നടത്തിയത്. പൊതുജനങ്ങൾക്ക് 48.75%, സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് 13.41%, ഓഹരി പങ്കാളിത്തവുമുള്ള പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയായ CMRL 2019 ജനുവരിയിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ 130 കോടിയോളം രൂപയുടെ വ്യാജ ചെലവുകൾ കണ്ടെത്തിയിരുന്നു. വിവിധ വ്യക്തികൾക്ക് കൈക്കൂലി നൽകിയതായി CMRL തന്നെ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് കമ്മീഷന് മുന്നിൽ സമ്മതിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് ED കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുത്തെങ്കിലും അടിസ്ഥാനപരമായ കുറ്റകൃത്യം ഇല്ലെന്ന് കാണിച്ച് CMRL ഹൈക്കോടതിയെ സമീപിക്കുകയും EDയുടെ ബലപ്രയോഗ നടപടികൾ കോടതി തടയുകയും ചെയ്തിരുന്നു. എന്നാൽ 2025 ഏപ്രിൽ 3-ന് കോർപ്പറേറ്റ് തട്ടിപ്പിനെതിരെ ശശിധരൻ കർത്തയ്ക്കും മറ്റ് 12 പേർക്കുമെതിരെ SFIO എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ പരാതി ഫയൽ ചെയ്തതോടെ കേസിൽ PMLA പ്രകാരമുള്ള അടിസ്ഥാന കുറ്റകൃത്യം നിലവിൽ വന്നു. SFIO കണ്ടെത്തലനുസരിച്ച് CMRL ലാഭവിഹിതം നൽകാതിരുന്നിട്ടും MD ആയ ശശിധരൻ കർത്തയും മകനും ചേർന്ന് 30.63 കോടി രൂപ പ്രതിഫലമായി കൈപ്പറ്റുകയും കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ വിവിധ വ്യക്തികൾക്ക് കൈക്കൂലി നൽകാനായി 182 കോടി രൂപയുടെ വ്യാജ പണച്ചെലവുകൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ കർത്തായുടെ കുടുംബത്തിന്റെ ട്രാൻസ്പോർട്ട് കമ്പനികൾക്ക് CMRL വഴി 91 കോടി രൂപ നൽകിയതായും കണ്ടെത്തി. ഈ നിയമപരമായ സാഹചര്യങ്ങൾ നിലനിൽക്കെ CMRL ഫയൽ ചെയ്ത റിട്ട് ഹർജി 2026 മെയ് 26-ന് കേരള ഹൈക്കോടതി തള്ളി. PMLA അന്വേഷണം നിയമസാധുതയുള്ളതാണെന്നും അന്വേഷണത്തിന് പ്രെഡിക്കേറ്റ് ഓഫൻസ് മുൻകൂട്ടി ആവശ്യമില്ലെന്നും വ്യക്തമാക്കിയ കോടതി SFIO പരാതി നൽകിയതോടെ കുറ്റകൃത്യം നിലവിലുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചു. ഇതോടെയാണ് EDക്ക് അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ വഴി തുറന്നത്. CMRL രേഖപ്പെടുത്തിയ വ്യാജ ചെലവുകളിൽ പ്രധാനപ്പെട്ടത് മുൻ മുഖ്യമന്ത്രി P. വിജയന്റെ മകൾ വീണയ്ക്ക് യാതൊരുവിധ സേവനങ്ങളും നൽകാതെ IT കൺസൾട്ടൻസിയുടെ മറവിൽ നൽകിയ 2.78 കോടി രൂപയാണ്. ഇതിനു പുറമെ ശശിധരൻ കർത്തായുടെ ഉടമസ്ഥതയിലുള്ള EICPL എന്ന കമ്പനി വഴി തിരിച്ചടവ് ഉറപ്പില്ലാതിരുന്നിട്ടും എക്സാലോജിക്കിന് 50 ലക്ഷം രൂപ വായ്പയായും നൽകിയിരുന്നു. വീണ വിജയൻ തിരുവനന്തപുരത്ത് പിതാവ് പിണറായി വിജയനൊപ്പമാണ് താമസമെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ED സംഘം അവിടെ പരിശോധനയ്ക്ക് എത്തുമ്പോൾ മുൻ മുഖ്യമന്ത്രിയും വീട്ടിലുണ്ടായിരുന്നുവെന്നും പരിശോധനയിൽ കുറ്റകൃത്യം തെളിയിക്കുന്ന നിരവധി രേഖകൾ, ഡിജിറ്റൽ തെളിവുകൾ, നിക്ഷേപങ്ങൾ എന്നിവ കണ്ടെത്തിയെന്നും ED പരിശോധനയ്ക്ക് പിന്നാലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു.